Hello, welcome to Aifer Education, India's first happy learning ecosystem. So, നമ്മുടെ JRF ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. ഡിസംബർ 2024 നെറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡിസംബറിൽ നെറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒട്ടും സമയം കളയണ്ട. നമുക്കറിയാലോ ഇനി 2 മാസം കൂടിയാണ് ഉള്ളത്. സോ പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മളുടെ QR കോഡ്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽസ് ഫിൽ ചെയ്താലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നമ്മളുടെ JRF ട്രാക്ക് ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. നമുക്ക് 9 to 9 മെൻറ്ററിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോൾ സിലബസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ദെൻ 10,000 plus questions നമുക്ക് ആപ്പിനകത്ത് അവൈലബിൾ ആണ് വിത്ത് എക്സ്പ്ലനേഷൻസ്. ദെൻ വി ഹാവ് ദ റീസെറ്റ് ഓപ്ഷൻ. വി ഹാവ് ദ 5 AM JRF ക്ലബ്. ഐഫറിൻ്റെ മാത്രം പ്രത്യേകതയായ 5 AM JRF ക്ലബ് JRF ട്രാക്ക് ബാച്ചിന് കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദെൻ ഹാപ്പിനെസ് ഓഫീസേഴ്സിൻ്റെ സേവനം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റം ആണ് ഐഫർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാപ്പിനെസ് ഓഫീസേഴ്സിൻ്റെ സർവീസസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഡിസ്കഷൻ ടേബിൾസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ JRF ട്രാക്ക് ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. സ്റ്റുഡൻറ്റ് ഓഫറായിട്ട് നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു മദർ ആണെങ്കിൽ 20% ഓഫിലും, അതേപോലെ ഗ്രൂപ്പ് ജോയിനിങ്ങൾ ഒരുമിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30% ഓഫറോട് കൂടിയും, പിന്നെ നിങ്ങൾ ഐഫറിൽ തന്നെ അലുമിനി ആണെന്നുണ്ടെങ്കിൽ 35% ഓഫോടും കൂടി നിങ്ങൾക്ക് ഈ ഒരു JRF ട്രാക്ക് ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പ് ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. ഗൈഡൻസ് ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ 1 ഗ്രൂപ്പിൻ്റെയും പേപ്പർ 2 ഗ്രൂപ്പിൻ്റെയും എക്കണോമിക്സ് ഗ്രൂപ്പിൻ്റെയും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ QR കോഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്കാൻ ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മൾ അതിനകത്ത് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ഹെൽപ്പായിട്ട് ഐഫർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മൾ ജൂൺ 18 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇക്കണോമെട്രിക്സിനകത്ത് സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. നമുക്കറിയാം CLRM അസംഷൻസിൻ്റെ കുറച്ച് വയലേഷൻസ് ഉണ്ട്. ആ വയലേഷൻസിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ എക്സാമിനകത്തും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ് അത്. സോ ഈ ഒരു ലൈവിലൂടെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ മിക്കവാറും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. സോ ആ ഒരു ക്വസ്റ്റ്യൻ്റെ 2 മാർക്ക് നമുക്ക് ഈ ഒരു ലൈവിലൂടെ നമുക്ക് ഉറപ്പുവരുത്താം. ഓക്കെ, സോ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ഡിറ്റക്ഷൻ ടെസ്റ്റ് ഇൻ ഇക്കണോമെട്രിക്സ്. നമ്മൾ ഇന്ന് മൾട്ടികൊലീനിയാരിറ്റി, ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി, ഓട്ടോകോറിലേഷൻ, സ്റ്റേഷനാരിറ്റി, നോർമാലിറ്റി, ഇത്രയും കാര്യങ്ങളെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ടെസ്റ്റുകളിനെ പറ്റി നമ്മൾ പറയുന്നില്ല. ലൈക്ക് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് നമ്മുടെ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയുക എന്നുള്ളത് മാത്രമാണ്. സോ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവുകയാണ്. അതുപോലെ ഓരോ ടെസ്റ്റിനകത്തും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫങ്ഷണൽ ഫോംസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്, അതും നമ്മൾ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മൾട്ടികൊലീനിയാരിറ്റി. എന്താണ് മൾട്ടികൊലീനിയാരിറ്റി? നമുക്കറിയാം, ഒരു റിഗ്രഷൻ മോഡലിനകത്ത് y = f of x2 x3 എന്നൊക്കെ പറയുന്ന ഒരു റിഗ്രഷൻ മോഡലിനകത്ത് നമുക്കറിയാം ഈ y ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ x2 ആൻഡ് x3. ബട്ട് ഈ x2ഉം x3യും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ മൾട്ടികൊലീനിയാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക്
ഈ ഒരു ഡയഗ്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഡയഗ്രത്തിനകത്ത് നമുക്കറിയാം എക്സ് ഈസ് ഇൻഫ്ലുവൻസിങ് വൈ ആൻഡ് x3 ഈസ് ഇൻഫ്ലുവൻസിങ് വൈ. ബട്ട് ഇവിടെ എന്തില്ല, x2ഉം x3യും തമ്മിൽ ഒരു റിലേഷൻ ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് കൊലീനിയാരിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഈ ഒരു ഡയഗ്രത്തിലേക്ക് വന്നാൽ ഇവിടെ x2ഉം x3യും തമ്മിൽ ഒരു റിലേഷൻ, നമുക്ക് ഒരു ഓവർലാപ്പിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അവിടെ എന്താണ്, മൾട്ടി കൊലീനിയാരിറ്റി പ്രസൻ്റ് ആണ്. അവിടെ ഒരു ലോ കൊലീനിയാരിറ്റി ഉണ്ട്, അതിൻ്റെ ഡിഗ്രിയും കൂടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ലോ കൊലീനിയാരിറ്റി ആണുള്ളത്. പക്ഷേ ഈ ഒരു ഡയഗ്രാംസിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഓവർലാപ്പിങ്ങിൻ്റെ ഡിഗ്രി കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ വെരി ഹൈ മൾട്ടി കൊലീനിയാരിറ്റി ആണ് ഉള്ളത്. ഓക്കെ, ഇനി മൾട്ടി കൊലീനിയാരിറ്റീനെ നമുക്ക് എങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, മൾട്ടി കൊലീനിയാരിറ്റി ഉള്ള ഒരു റിഗ്രഷൻ മോഡലാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് നമ്മുടെ ഓവറോൾ ഫിറ്റ് മെഷർ ചെയ്യുന്ന R² വാല്യൂ നമുക്ക് ഹൈ ആയിട്ട് കിട്ടും. ഓക്കെ, പക്ഷേ അതിനകത്തുള്ള ഇൻഡിവിജ്വൽ ടി റേഷ്യോസിൻ്റെ, ഇൻഡിവിജ്വൽ റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടി റേഷ്യോസ് എന്ന് പറയുന്നത് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ കുറച്ച് ടി റേഷ്യോസ് മാത്രമേ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. കാരണം നമുക്ക് ഈ എക്സും വൈയും തമ്മിലൊരു x1ഉം x2 അല്ലെങ്കിൽ അതിനകത്തുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിലൊരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് നമ്മുടെ ഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള വൈന് മേലെയുള്ള ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് അതിനെ മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു റിഗ്രഷൻ മോഡലിനകത്ത് നമുക്ക് ഹൈ R² കിട്ടുകയും വളരെ കുറച്ച് ടി റേഷ്യോസ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു മോഡലിനകത്ത് മൾട്ടി കൊലീനിയാരിറ്റി പ്രസൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്സിലറി റിഗ്രഷൻ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു റിഗ്രഷൻ മോഡൽ എടുത്തു, y = f(xi) എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ അതിനകത്ത് ഓരോ എക്സ്പ്ലനേറ്ററി വേരിയബിളും, അതായത് x1 ഉണ്ട് x2 ഉണ്ട് എന്ന് കരുതുക. നമ്മളിപ്പോൾ y = f(xi) അതാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. അതിന് പകരം x1 is a function of x2 എന്ന് നമ്മളെടുത്ത് അതിനെ റിഗ്രഷൻ ചെയ്യുന്നതിനെയാണ് ഓക്സിലറി റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ റിഗ്രഷൻ എസ്റ്റിമേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന നമ്മളുടെ എഫ് വാല്യൂ, നമ്മളെ കമ്പ്യൂട്ടഡ് എഫ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ എഫ് വാല്യൂ അതല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂവിനെ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, കമ്പ്യൂട്ടഡ് വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂവിനെ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അവിടെ മൾട്ടി കൊലീനിയാരിറ്റി ഉണ്ട്, x1ഉം x2ഉം തമ്മിലൊരു റിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈഗൺ വാല്യൂസ് ആൻഡ് കണ്ടീഷൻ ഇൻഡെക്സ്. ഓക്കെ, കണ്ടീഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് മൾട്ടി കൊലീനിയാരിറ്റീനെ മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. ഓക്കെ, കണ്ടീഷൻ ഇൻഡെക്സിനെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ദ റൂട്ട് ഓഫ് ദ റേഷ്യോ ഓഫ് മാക്സിമം ഈഗൺ വാല്യൂ ആൻഡ് മിനിമം ഈഗൺ വാല്യൂ. നമ്മളുടെ ഒരു മോഡലിനകത്ത് നമ്മളൊരു മാക്സിമം ഈഗൺ വാല്യൂവും മിനിമം ഈഗൺ വാല്യൂവും കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ റേഷ്യോയുടെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ റേഷ്യോനെ നമുക്ക് k എന്ന് ഡിനോട്ട് ചെയ്താൽ റൂട്ട് k ആണ് ഈ കണ്ടീഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ റൂട്ട് kയുടെ വാല്യൂ എത്രത്തോളമായിരിക്കും, എങ്ങനെയായിരുന്നാലാണ് നമ്മൾക്ക് കൊലീനിയാരിറ്റീനെ പറയാൻ പറ്റുന്നത്? ഇഫ് ദ റൂട്ട് k ഓർ കണ്ടീഷൻ ഇൻഡെക്സ് ഇസ് ബിറ്റ്വീൻ 10 and 30, 10നും 30നും ഇടയിലാണെങ്കിൽ നമുക്ക് അവിടെ മോഡറേറ്റ് ടു സ്ട്രോങ് മൾട്ടി കൊലീനിയാരിറ്റി ഉണ്ടെന്ന് പറയാം. 10ന് താഴെയാണെങ്കിൽ മൾട്ടി കൊലീനിയാരിറ്റി പ്രോബ്ലം നമുക്ക് വളരെ മിയർ ആണ്, അല്ലെങ്കിൽ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ 10നും 30നും ഇടയിലാണെങ്കിൽ അവിടെ ഒരു മോഡറേറ്റ് ടു സ്ട്രോങ് മൾട്ടി കൊലീനിയാരിറ്റി എന്ന് നമുക്ക് പറയാം. 30നും മേലെയാണെങ്കിൽ വെരി സിവിയർ മൾട്ടി കൊലീനിയാരിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ അതിൻ്റെ ഒരു ഡിഗ്രി കൂടെ ഈ ഒരു കണ്ടീഷൻ ഇൻഡെക്സിൽ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഈ 3 ഓർത്തിരിക്കുക. ആൻഡ് മൾട്ടി കൊലീനിയാരിറ്റി കഴിഞ്ഞിട്ടില്ല, നമുക്ക് വേറെയും ടെസ്റ്റുകളുണ്ട്. സോ
ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടി റേഷ്യോസ്, ഓക്സിലിയറി റിഗ്രഷൻ ആൻഡ് കണ്ടീഷൻ ഇൻഡെക്സ്. ഇത്രയും മൾട്ടികൊളിനിയാരിറ്റിയുടെ ആണ്. ഇനി ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ, ഇൻഫ്ലേറ്റിംഗ് ഫാക്ടർ, സോറി, ടോളറൻസ് ആൻഡ് വേരിയൻസ് ഇൻഫ്ലേറ്റിംഗ് ഫാക്ടർ. വേരിയൻസ് ഇൻഫ്ലേറ്റിംഗ് ഫാക്ടറുടെ ഇക്വേഷനാണ്, പിന്നെ ടോളറൻസിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഹിയർ ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈ ടോളറൻസ് ഫാക്ടറും വേരിയൻസ് ഇൻഫ്ലേറ്റിംഗ് ഫാക്ടറും തമ്മിൽ ഒരു റിലേഷനും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ വേരിയൻസ് ഇൻഫ്ലേറ്റിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10നേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, 10നേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ കൊലീനിയാരിറ്റി ഉണ്ട്, ഹൈ കൊലീനിയാരിറ്റി ഉണ്ട്. ഓക്കെ, സോ ഈ വേരിയൻസ് ഇൻഫ്ലേറ്റിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ 10ന് മേലെ ആവുക എന്ന് പറഞ്ഞാൽ ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ, ഈ പറയുന്ന ഈ കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തേർഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ആ ഒരു കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0.9 ആയിരിക്കും. ഓക്കെ, അതായത് 1 മൈനസ് 0.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് 0.1. ഓക്കെ, 1/0.1 ഈസ് ഇക്വൽ ടു 10. അപ്പോൾ 0.9നേക്കാളും മേലെ ആവുമ്പോൾ ഈ വാല്യൂ എന്ത് ചെയ്യും? ഇതിൻ്റെ വാല്യൂ, VIFൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10നേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ടോളറൻസ് ഫാക്ടർ ആണെങ്കിൽ ടോളറൻസ് ഫാക്ടറിൻ്റെ വാല്യൂ സീറോയിലേക്ക് ക്ലോസ് ആവും തോറും, സീറോയിലേക്ക് അടുക്കും തോറും നമുക്ക് ഹൈ കൊലീനിയാരിറ്റി ഉണ്ടെന്ന് പറയാം. 1ലേക്ക് അടുക്കും തോറും എന്തും പറയാം, അവിടെ ലോ കൊലീനിയാരിറ്റി ആണ് ഉള്ളത് എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡ്, ഇതൊരു ടെസ്റ്റ് അല്ല, ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. സ്കാറ്റർ പ്ലോട്ടിൽ നമുക്ക് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഈ പറയുന്ന രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ, എന്നിട്ടൊരു സ്കാറ്റർ പ്ലോട്ട് നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സ്ട്രോങ് ലീനിയർ പാറ്റേൺ കാണുകയാണെങ്കിൽ അവിടെ അത് രണ്ടും തമ്മിൽ ഹൈ കോറിലേഷൻ ഉണ്ട്, കൊലീനിയർ ആണ് അത് രണ്ടും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഈ 5 ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ 5 മെത്തേഡ്സ് ആണ് നമ്മൾ മൾട്ടി കൊലീനിയാരിറ്റീനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 5ഉം ഓർത്തിരിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് അസംഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് വയലേഷനിലേക്ക് പോവാം. ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. നമുക്കറിയാം CLRMൽ നോ മൾട്ടി കൊലീനിയാരിറ്റി ആണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ റിയൽ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലൊക്കെയും തന്നെ നമ്മളെ സോഷ്യൽ സയൻസിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ, വേരിയബിൾസ് എല്ലാം തന്നെ ഇൻ്റർ കണക്റ്റഡ് ആണ്. സോ അവിടെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ഈ മൾട്ടി കൊലീനിയാരിറ്റി എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ മോഡലിലും തന്നെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ലൈക്ക് ഇന്നെവിറ്റബിൾ എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, സോ നമ്മുടെ CLRM അസംഷനിൽ ഹോമോസ്കെഡാസ്റ്റിസിറ്റി ആണ് അസംഷൻ. ഓക്കെ, അതായത് ഈക്വൽ വേരിയൻസ് ആണ് അസംഷൻ വരുന്നത്. പക്ഷേ ബട്ട് സംടൈംസ് ആ ഈക്വൽ വേരിയൻസ് അല്ലാതെ
2. ഓക്കെ, സോ ആ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ടിനെയും എസ്റ്റിമേറ്റ് ചെയ്ത് അതിൻ്റെ റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയർ കാണുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള RSS2ഉം RSS1ഉം എന്ന് പറയുന്നത്. സോ ആ റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയേഴ്സിനെ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ n-c/2 -k എന്ന് പറയുന്നതാണ് ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. പിന്നെ n-c -2k -2 എന്ന് പറയുന്നതാണ് ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് എന്താണ് ഈ ഒരു ലാംഡ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ലാംഡ തന്നെയാണ് നമ്മുടെ എഫ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കമ്പ്യൂട്ടഡ് എഫ് വാല്യൂ ക്രിട്ടിക്കൽ എഫ് വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഹൈപ്പോത്തസിസ് എന്താണ്? ഹോമോസ്കെഡാസ്റ്റിക് ആണെന്നുള്ളതാണ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ആ ഹോമോസ്കെഡാസ്റ്റിക് ആണ് എന്നുള്ള നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണ് നമ്മുടെ കമ്പ്യൂട്ടഡ് വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. ഇവിടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഹോമോസ്കെഡാസ്റ്റിക് ആണ് എന്നതാണ്. സോ എന്താ അത് ഇംപ്ലൈ ചെയ്യുന്നത്? ഹെട്രോസ്കെഡാസ്റ്റിക് ആണ് എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ഗോൾഡ്ഫെൽഡ് ക്വാണ്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിൻ്റെ തന്നെ ബാക്കി ടെസ്റ്റുകളിലേക്ക് പോവാം. ബ്രൂഷ് പാഗൻ ഗോഡ്ഫ്രെ ടെസ്റ്റ്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഫങ്ഷണൽ ഫോം ഇങ്ങനെയാണ്. ഇവിടെ എക്സ് വേരിയബിളിന് പകരം എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇസെഡ് വേരിയബിൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ പറയുന്ന α2 മുതൽ αm വരെയുള്ള വേരിയബിൾസ് എല്ലാം തന്നെ ഈക്വൽ ടു 0 ആണ് എന്നുള്ളതാണ് നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ σi² എന്ന് പറയുന്നത് α1നോട് ഈക്വൽ ആവും. α1 ഒരു കോൺസ്റ്റന്റ് ആണ്, സോ ഹോമോസ്കെഡാസ്റ്റിക് ആണ്. ഓക്കെ, ഇനി അങ്ങനെ കിട്ടിയിട്ടില്ല ഈ ബാക്കിയുള്ള ഏതെങ്കിലും കോഎഫിഷ്യൻസ് എന്തായിട്ട് 0 അല്ലാതെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് ഈസ് ഹെട്രോസ്കെഡാസ്റ്റിക്. അപ്പോൾ അത് എന്തല്ല, ഇവിടുത്തെ വേരിയൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ്സ് ജനറൽ ടെസ്റ്റ് ആണ്. ഓക്കെ, വൈറ്റ്സ് ജനറൽ ടെസ്റ്റ് ഓഫ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. ഇവിടെ UI ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, സിഗ്മ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ chi² ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നതും. ഓക്കെ, സോ ഫങ്ഷണൽ ഫോം ഇതാണ്, നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് അതിൽ chi² ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന chi² വാല്യൂ, കമ്പ്യൂട്ടഡ് chi² വാല്യൂ ക്രിട്ടിക്കൽ chi² വാല്യൂവിനെ എക്സീഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ഉണ്ട്. അതായത് ഹോമോസ്കെഡാസ്റ്റിക് ആണ് എന്നുള്ള നമ്മളുടെ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഓക്കെ, സോ ദർ ഇസ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് വൈറ്റ്സ് ജനറൽ ടെസ്റ്റ്. ഇനി ലാസ്റ്റ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് കോയെങ്കർ-ബാസെറ്റ് ടെസ്റ്റ് ആണ്. ഓക്കെ, സോ ഇവിടെയും UI തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, സിഗ്മ ഐ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, UI² തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ XIയുമായിട്ട് റിലേറ്റ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ YIനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് കോയെങ്കർ-ബാസെറ്റ് ടെസ്റ്റുമായിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സെയിം ആണ്. α2 എന്ന് പറയുന്നത് 0 ആയിരിക്കണം എന്നുള്ളതാണ് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ ആ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ എന്താണ്? no heteroscedasticity. Okay, then the null hypothesis can be tested by the usual t-test. ഈ ഒരു ഹൈപ്പോത്തസിസിനെ t-test യൂസ് ചെയ്തോ f-test യൂസ് ചെയ്തോ ചെയ്യാം. അപ്പോൾ α2 0 ആണെങ്കിൽ ഹെട്രോസ്കെഡാസ്റ്റിക് അല്ല, ഹോമോസ്കെഡാസ്റ്റിക് ആണ്. α2 0 അല്ലെങ്കിൽ ഹെട്രോസ്കെഡാസ്റ്റിക് ആണ്. ഓക്കെ, സോ ഈ 6 ടെസ്റ്റുകളാണ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഫങ്ഷണൽ ഫോംസും ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ പോകുന്നത് ഓട്ടോ കോറിലേഷൻ്റെ ടെസ്റ്റുകളിലേക്കാണ്. ഒന്ന് റൺസ് ടെസ്റ്റ് ആണ്, ദെൻ ഡർബിൻ-വാട്സൺ D ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക്
റൺസ് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. റൺസ് ടെസ്റ്റിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഓട്ടോ കോറിലേഷൻ എന്താ പറയുന്നത്, നമ്മളെ സക്സസീവ് എറർ ടേംസ് തമ്മിൽ കോറിലേഷൻ ഇല്ല എന്നുള്ളതാണ്. നോ ഓട്ടോ കോറിലേഷൻ ആണ് നമ്മളുടെ എന്ത് CLRM അസംഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് തമ്മിൽ കോറിലേഷൻ ഉണ്ടായി, ഡിപ്പെൻഡഡ് ആണ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ടൈം പീരീഡിലെ എറർ ടേം എന്ന് പറയുന്നത് കഴിഞ്ഞ ടേമിലെ അല്ലെങ്കിൽ കഴിഞ്ഞ പീരിയഡിലെ എറർ ടേമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സക്സസീവ് എറർ ടേംസിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സക്സസീവ് എറർ ടേംസിൻ്റെ സൈനുകൾ ഉണ്ടാവുമല്ലോ, ഈ എറർ ടേംസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. സോ ആ സൈനുകളെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മുടെ സക്സസീവ് ആയിട്ടുള്ള U1, U2, U3, U4 എന്ന് പറയുന്നത് നമ്മുടെ എറർ ടേംസ് ഉണ്ടാവും. അതിൻ്റെ സൈനുകളെ നമ്മൾ അതേപോലെ ലൈക്ക് ഒരു സീക്വൻസ് ആയിട്ട് നമ്മൾ എഴുതുക. ലൈക്ക് മൈനസ് 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 എത്ര വരെയാണോ സക്സസീവ്ലി ഒരു U5 വരെയാണ് മൈനസ് സൈൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത്രയും എഴുതുക. അതിനുശേഷം സൈൻ മാറി പോസിറ്റീവായി, U6ഉം U7ഉം എന്തായി പോസിറ്റീവായി. ഓക്കെ, അതിനുശേഷം വീണ്ടും നെഗറ്റീവായി. അപ്പോൾ ആ ഒരു സീക്വൻസ് കറക്റ്റ്ലി നമ്മൾ എഴുതി പോവാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ ഓരോ സൈന് മാറുന്നത് വരെയുമാണ് എന്തെന്ന് പറയുന്നത് ഒരു റൺസ് എന്ന് പറയുന്നത്. ഈ മൈനസിൻ്റെ ആദ്യത്തെ 5 മൈനസുകൾ ഒരു റണ്ണാണ്, പിന്നെയുള്ള 2 പോസിറ്റീവ് ഒരു റണ്ണാണ്. ഓക്കെ, അങ്ങനെ. ഇനി ഇതിനകത്ത് നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്? സക്സസീവ് റെസിജ്വൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്, ഡിപ്പെൻഡൻ്റ് അല്ല ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആൻഡ് N1 greater than, assuming that N1 greater than 10 and N2 greater than 10. ഇവിടെ N1ഉം N2ഉം എന്ന് പറയുന്നത്, N1 എന്ന് പറയുന്നത് പോസിറ്റീവ് സൈൻസിൻ്റെ നമ്പറാണ്. എത്ര പോസിറ്റീവ് സൈൻസ് ഉണ്ടോ അതാണ് N1, എത്ര നെഗറ്റീവ് സൈൻസ് ഉണ്ടോ അതാണ് N2. അപ്പോൾ N1ൻ്റെയും N2ൻ്റെയും N1ഉം N2ഉം ഗ്രേറ്റർ ദാൻ 10 ആണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനകത്തെ നമ്പർ ഓഫ് റൺസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് വിത്ത് മീൻ ഈക്വൽ ടു E of R ഈക്വൽ ടു 2N1 N2 ഡിവൈഡഡ് ബൈ N പ്ലസ് 1. ഇതാണ് ഈ ഒരു അസംഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ ആറിൻ്റെ റൺസിൻ്റെ നമ്പർ എന്ന് പറയുന്നതിൻ്റെ മീൻ ഇതായിരിക്കും, വേരിയൻസ് ഇതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണിത് ഓട്ടോ കോറിലേറ്റഡ് ആണോ അല്ലയോ എന്ന് ഇവിടുത്തെ ടെസ്റ്റ് എന്താണ്? we will not reject the null hypothesis. അതായത് നൾ ഹൈപ്പോത്തസിസ് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്, നോ ഓട്ടോ കോറിലേഷൻ ആണ് നൾ ഹൈപ്പോത്തസിസ്. നോ ഓട്ടോ കോറിലേഷൻ ആണെന്ന് നമ്മൾ എപ്പോഴാണ് റിജക്റ്റ് ചെയ്യാതിരിക്കുന്നത്? ഈ പറയുന്ന R ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ നമ്പർ ഓഫ് റൺസ് R നമ്മൾ കണ്ടുപിടിച്ച കോൺഫിഡൻസ് ഇൻ്റർവെല്ലിനകത്ത് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യില്ല. സോ അവിടെ എന്തില്ല? ഓട്ടോ കോറിലേഷൻ ഇല്ല. ഇതിന് പുറത്താണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോ കോറിലേഷൻ ഉണ്ട്. അതാണ് റൺസ് ടെസ്റ്റ്. ഓക്കെ, ഇനി ഓട്ടോ കോറിലേഷനെ ബേസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു ടെസ്റ്റാണ് ഈ ഡർബിൻ-വാട്സൺ D ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ D റേഷ്യോ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. D റേഷ്യോ എന്താണ്? ഈ നമ്മൾ പറഞ്ഞു എന്താ, സക്സസീവ് എറർ ടേംസിനെയാണ് നമ്മളിവിടെ ഓട്ടോ കോറിലേഷനിൽ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ UT-1, അതായത് പ്രീവിയസ് പീരിയഡിലെ എറർ ടേമും ഈ പീരിയഡിലെ എറർ ടേമും അതിൻ്റെ ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്ക്വയർ ചെയ്ത് സം എടുത്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് ദ സം ഓഫ് സ്ക്വയർഡ് ഡിഫറൻസസ് ഇൻ സക്സസീവ് റെസിജ്വൽസ്. ഓക്കെ, ടു ദ റെസിജ്വൽ സം ഓഫ് സ്ക്വയേഴ്സ്. ഓക്കെ, ഇതിൻ്റെ റേഷ്യോ ആണ് ഡർബിൻ-വാട്സൺ കൊണ്ടുവന്നിട്ടുള്ള D ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസിഷൻ റൂൾ, ഡർബിൻ-വാട്സൺ ടെസ്റ്റിൻ്റെ ഡിസിഷൻ റൂൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നൾ ഹൈപ്പോത്തസിസ് കൊടുത്തു, അതിനെ നമ്മളുടെ ഡിസിഷൻ എന്താണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെസ്റ്റിനകത്ത് D റേഷ്യോ കാണും, അതിൻ്റെ കൂടെ അതിനൊരു അപ്പർ ലിമിറ്റും അതിനൊരു ലോവർ ലിമിറ്റും തന്നെ ഈ ഡർബിൻ-വാട്സൺ അതിനകത്ത് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ലോവർ ലിമിറ്റിനും
ലോവർ ലിമിറ്റിനും അതേപോലെ സീറോയ്ക്കും ഇടയിലാണ് ഈ പറയുന്ന ഡി റേഷ്യോ വരുന്നതെങ്കിൽ വി വിൽ റിജക്ട് ദ null hypothesis that there is no positive autocorrelation, which means there is positive autocorrelation. Okay, so ആ കണ്ടീഷൻസ് നോക്കുക, ഡിസിഷൻ എന്താണെന്ന് നോക്കുക, null hypothesis എന്താണെന്ന് നോക്കുക. ഓക്കെ, ഇനി ഈ ഡി റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ലിമിറ്റിനും അപ്പർ ലിമിറ്റിനും ഇടയ്ക്കാണ് എന്നുണ്ടെങ്കിൽ greater than or equal to the lower limit or less than or equal to the upper limit. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ there is no decision. We don't have any decision in that case. Okay, then ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ we will accept that there is no positive autocorrelation. Okay, ഇനി negative autocorrelation, there is no negative autocorrelation എന്ന് നമ്മൾ null hypothesis ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ഡിസിഷൻ റൂൾ എന്താണ്? 4 മൈനസ് ഡി എൽ, ലോവർ ലിമിറ്റ്, ആ ഡി റേഷ്യോൻ്റെ ലോവർ ലിമിറ്റ് 4ൽ നിന്നും മൈനസ് ചെയ്ത് കിട്ടുന്ന ഒരു നമ്പർ, അതിൻ്റെയും 4ൻ്റെയും ഇടയിലായിരിക്കണം ഈ ഡി റേഷ്യോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്ന ഡി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി വിൽ റിജക്ട് ദിസ് നൾ ഹൈപ്പോത്തസിസ് ആൻഡ് വി വിൽ കൺക്ലൂഡ് ദാറ്റ് ദർ ഈസ് നെഗറ്റീവ് ഓട്ടോകോറിലേഷൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നോ ഡിസിഷൻ വരുന്ന ഒരു കേസാണ് 4 മൈനസ് അപ്പർ ലിമിറ്റിൽ നിന്നും 4 എന്ന നമ്പറിൽ നിന്നും അപ്പർ ലിമിറ്റ് മൈനസ് ചെയ്യുക ആൻഡ് 4 എന്ന നമ്പറിൽ നിന്നും ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടോ ആണ് ഈ ഡി റേഷ്യോ വരുന്നതെങ്കിൽ വി കനോട്ട് ടേക്ക് എ ഡിസിഷൻ. അവിടെ ഓട്ടോ കോറിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ നമ്മളുടെ ലാസ്റ്റത്തെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ദർ ഇസ് നോ ഓട്ടോ കോറിലേഷൻ. നമ്മൾ പോസിറ്റീവോ നെഗറ്റീവോ ഏതോ ആയിക്കോട്ടെ, അവിടെ ഓട്ടോ കോറിലേഷനേ ഇല്ല എന്നുള്ളൊരു ഹൈപ്പോത്തസിസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? അപ്പർ ലിമിറ്റിനേക്കാൾ വലുതായിരിക്കണം എന്ത്, ഡി റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷേ 4 മൈനസ് ആ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, അതിൻ്റെ ചെറുതുമായിരിക്കണം. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യില്ല. സോ ദർ വിൽ നോട്ട് ബി ഓട്ടോ കോറിലേഷൻ. ഓക്കെ, സോ ഇതാണ് ഓട്ടോ കോറിലേഷൻ്റെ രണ്ട് ടെസ്റ്റുകൾ, റൺസ് ടെസ്റ്റും അതേപോലെ നമ്മുടെ ഡർബിൻ-വാട്സൺ ഡി ടെസ്റ്റും. ഓക്കെ, ഇനി നോർമാലിറ്റീനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോർമൽ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ജാർക്യൂ-ബെറ ടെസ്റ്റ് ഓഫ് നോർമാലിറ്റി. ഇവിടെ ഈ ഒരു ടെസ്റ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് JB സ്റ്റാറ്റിസ്റ്റിക് ആണ്. അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? n × s²/6 പ്ലസ് k-3 (2)/24. ഓക്കെ, ഇവിടെ എസ് എന്താണ്? എസ് ഇസ് ദ മെഷർ ഓഫ് സ്ക്യൂനെസ് ആൻഡ് കെ ഇസ് ദ മെഷർ ഓഫ് കുർട്ടോസിസ്. ഓക്കെ, സോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഒരു വേരിയബിൾ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? സ്ക്യൂനെസ് ഉണ്ടാവില്ല. അതേപോലെ അത് മെസോകുർട്ടിക് ആയിരിക്കും. അതായത് അവിടെ കുർട്ടോസിസിൻ്റെ മെഷർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് ഈ രണ്ട് വാല്യൂ, ഇപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എസ് 0 ആണെന്നും കെ 3 ആണെന്നും നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ JB സ്റ്റാറ്റിസ്റ്റിക് എന്താവും? 0 ആവും. ഇവിടെയും 0 ആവും, ഇവിടെയും 0 ആവും. ഓക്കെ, സോ ടോട്ടലി ദിസ് സ്റ്റാറ്റിസ്റ്റിക് വിൽ ബി 0. അങ്ങനെ 0 ആയി കഴിഞ്ഞാൽ ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോർമൽ. ഓക്കെ, the value of JB statistics is expected to be 0. That's it. ഇതാണ് നോർമാലിറ്റീനെ ടെസ്റ്റ് ചെയ്യുന്നത്, ജാർക്യൂ-ബെറ ടെസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾക്ക് സ്റ്റേഷനാരിറ്റി നോക്കാം. എന്താണ് സ്റ്റേഷനാരിറ്റി നമ്മൾ ടൈം സീരീസ് ഇക്കണോമെട്രിക്സിൽ ആണ് നമ്മൾ സ്റ്റേഷനാരിറ്റീനെ പറയുന്നത്. ഒരു ടൈം സീരീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ടൈം സീരീസ് സ്റ്റേഷനറി ആണ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ഇറ്റ് ഈസ് ഹാവിങ് കോൺസ്റ്റൻറ്റ് മീൻ, കോൺസ്റ്റൻറ്റ് വേരിയൻസ് ആൻഡ് കൊവേരിയൻസ്. ഓക്കെ, കൊവേരിയൻസും
വേരിയൻസും മീനും കോൺസ്റ്റന്റ് ഓവർ ടൈം ആണെങ്കിൽ, ടൈം ഇൻവേരിയൻ്റ് ആണെങ്കിൽ ആണ് നമുക്കത് സ്റ്റേഷനറി ആണ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി സ്റ്റേഷനറിനെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ACF ആൻഡ് കോറിലോഗ്രാം. വാട്ട് ഈസ് ACF? ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മളൊരു കോറിലോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ടൈം സീരീസ് സ്റ്റേഷനറി ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സാമ്പിൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റോ കെ ഇസ് ഈക്വൽ ടു ഗാമ കെ ഡിവൈഡഡ് ബൈ ഗാമ 0. അതായത് ലാഗ് കെയിലുള്ള കൊവേരിയൻസ് ഡിവൈഡഡ് ബൈ വേരിയൻസ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ സാമ്പിൾ ഓട്ടോ കോറിലേഷൻ. നമ്മൾ സാമ്പിൾ എടുത്തിട്ട് റോ ഹാറ്റ് കെ ഈസ് ഈക്വൽ ടു ഗാമ ഹാറ്റ് കെ ഡിവൈഡഡ് ബൈ ഗാമ ഹാറ്റ് 0. ഓക്കെ, ഇതാണ് നമ്മളുടെ ACFും അതേപോലെ CACFും. ഇത് രണ്ടും കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു കോറിലോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമുക്ക് പറയാൻ പറ്റും അത് സ്റ്റേഷനറി ആണോ അല്ലയോ എന്നുള്ളത്. ഫോർ സ്റ്റേഷനറി സീരീസ് ദ കോറിലോഗ്രാം ഷോസ് റാപ്പിഡ്ലി ഡിക്കേയിങ് കോറിലേഷൻസ്. While non-stationary series such as random walk എന്ന് പറയുന്നത് നോൺ സ്റ്റേഷനറി സീരീസിന് പറയുന്ന ഒരു പേര് തന്നെയാണ് റാൻഡം വാക്ക് എന്ന് പറയുന്നത്. എക്സിബിറ്റ് സ്ലോലി ഡീക്കേയിങ് ഓർ പെർസിസ്റ്റന്റ് കോറിലേഷൻ. ഓക്കെ, നോൺ സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സ്ലോലി ഡീക്കേയിങ് ആയിട്ടുള്ള കോറിലേഷൻ ആണ് കോറിലോഗ്രാം കാണിക്കുന്നത്. പക്ഷേ സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ റാപ്പിഡ്ലി ആ ഒരു എന്താ പറയുക കോറിലേഷൻ റാപ്പിഡ്ലി ഡീക്കേയിങ് ആണ് എന്നുള്ളതും കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ കോറിലോഗ്രാം ആണ് എന്തിനെ മെഷർ ചെയ്യുന്നത്? സ്റ്റേഷനാരിറ്റീനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് റിലേറ്റഡ് ടു ഓട്ടോ കോറിലേഷൻ ഓൾസോ. ഓക്കെ, ദെൻ യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്. യൂണിറ്റ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേഷനറി അല്ലെങ്കിൽ നോൺ സ്റ്റേഷനറി ആണ്, അല്ലെങ്കിൽ റാൻഡം വാക്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. യൂണിറ്റ് റൂട്ട് നോൺ സ്റ്റേഷനറി, അതേപോലെ റാൻഡം വാക്ക് വിത്ത് ഡ്രിഫ്റ്റ്, ഇതൊക്കെ സിനോണിമസ് ആയിട്ടുള്ള ടേംസ് ആണ്. നോൺ സ്റ്റേഷനറി ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരു ടൈം സീരീസിന് യൂണിറ്റ് റൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺ ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇവിടെ യൂണിറ്റ് റൂട്ട് ടെസ്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇവിടെ ഉള്ളത്. YTയും അതിൻ്റെ ലാഗ്ഡ് വാല്യൂവും തമ്മിലാണ് അവിടെ ഒരു റിലേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റോ എന്ന ആ ഒരു കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ -1നും ഇടയിലായിരിക്കും. ഓക്കെ, ഈ റോൻ്റെ വാല്യൂ 1ന് ഈക്വൽ ആയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? അവിടെ നോൺ സ്റ്റേഷനാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദ നെയിം യൂണിറ്റ് റൂട്ട് ഇസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് റോ ഈസ് ഈക്വൽ ടു 1. Okay, thus the terms non-stationarity, random walk, unit root and stochastic trend can be treated synonymously. Okay, so row 1 ആയി കഴിഞ്ഞാൽ അവിടെ നോൺ സ്റ്റേഷനാരിറ്റി ഉണ്ട്, യൂണിറ്റ് റൂട്ട് പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടെസ്റ്റ് ആണ് ഡിക്കി-ഫുള്ളർ ടെസ്റ്റ്. ഓക്കെ, ഡിക്കി-ഫുള്ളർ ടെസ്റ്റിനെ നമുക്ക് 3 രീതിയിൽ അല്ലെങ്കിൽ 3 സിറ്റുവേഷൻസിൽ ഹൈപ്പോത്തസിസ് എടുത്തുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. YT ഒരു റാൻഡം വാക്കാണ്. YT റാൻഡം വാക്ക് വിത്ത് ഡ്രിഫ്റ്റ് ആണ്. YT ഈസ് എ റാൻഡം വാക്ക് വിത്ത് ഡ്രിഫ്റ്റ് അറൗണ്ട് ഡിറ്റർമിനിസ്റ്റിക് ട്രെൻഡ്. ഇങ്ങനെ 3 സിറ്റുവേഷൻസിനകത്ത് നമുക്ക് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് ഈ ഡിക്കി-ഫുള്ളർ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നൾ ഹൈപ്പോത്തസിസ് എന്താണ്? ഈ ഒരു എല്ലാ ഫങ്ഷണൽ ഫോംസിനകത്തും ഈ കോഎഫിഷ്യൻ്റ് 0 ആണെങ്കിൽ അവിടെ എന്തുണ്ട്? യൂണിറ്റ് റൂട്ട് ഉണ്ട്, ഓർ അത് നോൺ സ്റ്റേഷനറി ആണ്. അതല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഈ കോഎഫിഷ്യൻ്റ് ഇവിടെ YTയുടെ കോഎഫിഷ്യൻ്റ് വരുന്നത് എന്താണ്? <0 ആണെങ്കിൽ അവിടെ മേ ബി സ്റ്റേഷനറി ആണ്, അല്ലെങ്കിൽ അറൗണ്ട് ഡിറ്റർമിനിസ്റ്റിക് ട്രെൻഡിൽ അത് സ്റ്റേഷനറി ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഡിക്കി-ഫുള്ളർ ടെസ്റ്റ്. പക്ഷേ ഡിക്കി-ഫുള്ളർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു അസംഷൻ്റെ മേലെയാണ് ഉള്ളത്. എറർ ടേം UT വാസ് അൺകോറിലേറ്റഡ് എന്നുള്ള ഒരു
അസംഷനെ ബേസ് ചെയ്തിട്ടാണ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ് വന്നത്. പക്ഷേ അങ്ങനെ യു ടി കോറിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഡിക്കി ഫുള്ളർ ടെസ്റ്റ്, ഡിക്കി ആൻഡ് ഫുള്ളർ ദേ ഹാവ് ഡെവലപ്ഡ് ആൾട്ടർനേറ്റീവ് ടെസ്റ്റ്. അതിൻ്റെ പേരാണ് ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ്. ഓക്കെ, this test is conducted by augmenting the preceding three equations by adding the lagged values of the dependent variable yt. Okay, dependent variable ആയിട്ടുള്ള ytൻ്റെ lagged values ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ടോപ്പിക്ക് ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കാര്യം തന്നെ നമ്മളിപ്പോൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 ക്വസ്റ്റ്യൻ ആയിട്ട് വരും. കാരണം എല്ലാ തവണയും ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കാം. സോ ക്വസ്റ്റ്യൻ എന്താണ്, മാച്ച് ചെയ്യാനാണ് സീരിയൽ കോറിലേഷൻ. സീരിയൽ കോറിലേഷൻ എന്ന് പറയുന്നത് ഓട്ടോ കോറിലേഷൻ തന്നെയാണ്. ദേ ആർ ഓൾസോ സിനോണിംസ്. ഓക്കെ, so serial correlation, heteroscedasticity, multicollinearity and test of specification error. Test of specification error നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. we will discuss in a later video. ഇനി വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്ക് സ്പെസിഫിക്കേഷൻ എററിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എന്താണ് ആൻസർ? ഓട്ടോ കോറിലേഷനെ നമ്മൾ ഏത് ടെസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ പഠിക്കാത്ത ഒറ്റ ടെസ്റ്റേ ഉള്ളൂ, അത് സ്പെസിഫിക്കേഷൻ എററിൻ്റെ ടെസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. റാംസേസ് റീസെറ്റ് ടെസ്റ്റ്. ഓക്കെ, ആൻഡ് വി ഹാവ് മൾട്ടികൊലിനിയാരിറ്റി ആണ് നമ്മൾ ആദ്യം നോക്കിയത്. മൾട്ടികൊലിനിയാരിറ്റീൻ്റെ ടെസ്റ്റ് ഏതാണ്? കണ്ടീഷൻ ഇൻഡെക്സ് ആണ്. പിന്നെ നമ്മൾ നോക്കിയത് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ആണ്. ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിൻ്റെത് ഗോൾഡ്ഫെൽ ക്വാണ്ട് ടെസ്റ്റ് ആണ്. ദെൻ ഓട്ടോ കോറിലേഷൻ അല്ലെങ്കിൽ സീരിയൽ കോറിലേഷൻ്റെത് റൺസ് ടെസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. A 2 B 1 C 4 multicollinearity, condition index and test of specification error, Ramsey's reset test. Okay, next question. Test statistics used to test stationary of a time series in the presence of correlated error term is. അതായത് കോറിലേറ്റഡ് എറർ ടേം വരുമ്പോൾ നമ്മൾ സ്റ്റേഷനറി ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്റ്റേഷനറി ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞു? ഡിക്കി ഫുള്ളർ പറഞ്ഞു, ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ പറഞ്ഞു. അപ്പോൾ അതിൽ ഏതാ വരുന്നത്? ഡിക്കി ഫുള്ളറും ഇതിനകത്തുണ്ട്, ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റും ഉണ്ട്. നമ്മൾ ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ എപ്പോൾ വരും എന്നാണ് പറഞ്ഞത്? കോറിലേറ്റഡ് എറർ ടേംസ് ആവുമ്പോഴാണ് ഓഗ്മെന്റഡ് വരിക എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ്. ഓക്കെ, നൗ വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിട്ടുള്ളത്. ഡിക്കി ഫുള്ളർ ടെസ്റ്റ്, ബോക്സ് ജെങ്കിൻസ് ടെസ്റ്റ്, അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഗ്ലെറ്റ്സർ ടെസ്റ്റ് ആൻഡ് ഗ്രാൻജർ ടെസ്റ്റ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഗ്രാൻജർ ടെസ്റ്റ് എന്ന് പറയുന്നത് കോസാലിറ്റീനെ പറയുന്നതാണ്. ആൻഡ് ഇവിടെ നമ്മൾ പഠിച്ചതെന്ന് ഡിക്കി ഫുള്ളറും ഗ്ലെറ്റ്സറും ആണ്. ഡിക്കി ഫുള്ളർ എന്താണ്? സ്റ്റേഷനാരിറ്റി ആണ്. ഗ്ലെറ്റ്സർ ടെസ്റ്റ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയുമാണ്. ഇവിടെ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ്. ബോക്സ് ജെങ്കിൻസ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ആണ് ആൻഡ് ഗ്രാൻജർ ടെസ്റ്റ് കോസാലിറ്റിയുമാണ്. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, then next question again match the following. Delphi method, Dickey-Fuller test, Durbin-Watson test, students t test. ഓക്കെ, ഡിക്കി ഫുള്ളർ അറിയാം, സ്റ്റേഷനാരിറ്റി ആണ്. ഡർബിൻ-വാട്സൺ അറിയാം, എന്താണ്? ഓട്ടോ കോറിലേഷൻ ആണ്. സ്റ്റുഡൻസ് ടി ടെസ്റ്റ് എന്തിനുള്ളതാണ്? നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. എന്താ? മൾട്ടികൊലിനിയാരിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻഡിവിജ്വൽ റിഗ്രഷനെ നോക്കുന്നതാണ് ടി ടെസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റുഡൻസ് ടി ടെസ്റ്റ്. ഓക്കെ, സോ അവിടെ ടി ടെസ്റ്റ് എന്താണ്? ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. ആൻഡ് ഇനി ബാക്കിയുള്ളത് ഏതാണ്? ഡെൽഫി മെത്തേഡ്. അപ്പോൾ എന്താണ്? ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ്. നേരത്തെ നമ്മൾ ഒരു ഫോർകാസ്റ്റിംഗ് മെത്തേഡും കൂടി പറഞ്ഞു. ഏതാണ്? ബോക്സ് ജെങ്കിൻസ് മെത്തഡോളജി ആണത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അഗെയിൻ കണ്ടിജൻസി ടേബിൾ, യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്, ഫിഷേഴ്സ് എഫ് ടെസ്റ്റ് ആൻഡ് ഗ്രാൻജർ ടെസ്റ്റ്. ഓക്കെ, കണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത് chi-square ടെസ്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. chi-square ടെസ്റ്റ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളൊരു കണ്ടിജൻസി ടേബിൾ നമ്മൾ ഫോം ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ കണ്ടിജൻസി ടേബിൾ ഈസ് റിലേറ്റഡ് ടു chi-square ടെസ്റ്റ്.
Unit root test is related to stationarity. Fisher's F test is related to overall significance. ആ ഒരു റിഗ്രഷനകത്ത് നമ്മൾ മൾട്ടികൊളിനിയാരിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓവറോൾ റിഗ്രഷൻ്റെ ഫിറ്റ്നസ്സിനെ നമ്മൾ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എഫ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ആൻഡ് ഗ്രാൻഡ്യൂർ ഇസ് കോസാലിറ്റി. ഓക്കെ, ആ ഒരു ഗ്രാൻഡ്യൂർ എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം. ഇനി ഗ്രാൻഡ്യൂർ, കോസാലിറ്റി, എഫ് ടെസ്റ്റ്, ഓവറോൾ സിഗ്നിഫിക്കൻസ്, യൂണിറ്റ് റൂട്ട് സ്റ്റേഷനാരിറ്റി, കണ്ടിജൻസി, കൈ സ്ക്വയർ എന്നുള്ളതൊക്കെ. അപ്പോൾ അത്രയും തറോ ആവുക റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയയാണ്. അഗെയിൻ ഗ്രാൻഡ്യൂർ ടെസ്റ്റ്, Dickey-Fuller test, F test, Durbin-Watson, D test. Granger test എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു കോസാലിറ്റി ആണ്. Dickey-Fuller എന്താണ് സ്റ്റേഷനാരിറ്റി ആണ്. F test ഓവറോൾ സിഗ്നിഫിക്കൻസ് ആണ്. Durbin-Watson D test എന്ന് പറയുന്നത് ഓട്ടോ കോറിലേഷനുമാണ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4. യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്, കണ്ടിജൻസി ടേബിൾ, റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്, ഓട്ടോ കോറിലേഷൻ. നമ്മൾ ഇതുവരെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും 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 ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് റൂട്ട് എന്താണ് സ്റ്റേഷനാരിറ്റി ആണ്. കണ്ടിജൻസി എന്താണ് കൈ സ്ക്വയർ ടെസ്റ്റ് ആണ്. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ടി ടെസ്റ്റ് ആണ്. ഓട്ടോ കോറിലേഷൻ ഡർബിൻ വാട്സൺ. ഞാനിത് ഒരേ ക്വസ്റ്റ്യൻ ആയിട്ടും വീണ്ടും വീണ്ടും ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാരണം അത്രയും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കാം. To test the stationarity of the series in time series analysis, the following test will be used. ഏതാ നമ്മൾ പറഞ്ഞത് ടൈം സീരീസ് അനാലിസിസിൽ സ്റ്റേഷനാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഏതാണ്? യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ആണ്. നമ്മളോട് നേരത്തെ ചോദിച്ചത് എന്താണ്? എറർ ടേംസ് കോറിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഓഗ്മെന്റഡ് ഡിക്കി-ഫുള്ളർ ആണ് യൂസ് ചെയ്യുക. അതല്ലാതെ ഇതിനകത്ത് ഇപ്പം നമ്മൾക്ക് സ്റ്റേഷനാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ആണ്. ഓക്കെ, which of the following test has stationarity as the null hypothesis? ഇതിനകത്ത് നമ്മൾ പഠിച്ചത് സ്റ്റേഷനാരിറ്റീൻ്റെ ഒറ്റ ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണ്? ഓഗ്മെന്റഡ് ഡിക്കി-ഫുള്ളർ ടെസ്റ്റ്, ADF ടെസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഐ തിങ്ക് നമ്മുടെ ജൂൺ 18 ക്വസ്റ്റ്യൻ അനാലിസിസിനകത്ത് നമ്മൾ സെക്കൻഡ് പാർട്ടിനകത്ത് നമ്മൾ എക്കണോമെട്രിക്സിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് അറിയാവുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക. അതല്ലാതെ ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലൈവിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യവുമാണ്. ഓക്കെ, സോ അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, നമ്മുടെ JRF ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. പ്രിപ്പയർ ചെയ്യുന്നവർ 2 മാസം കൂടിയേ ഉള്ളൂ. കറക്റ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസംബറിൽ തന്നെ നെറ്റ് ഓ JRF ക്രാക്ക് ചെയ്തെടുക്കാം. സോ നമ്മുടെ JRF ട്രാക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. നമ്മളുടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ നമ്മൾ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുക, നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.